ഹലോ ഗൈസ്, ബാക്ക് ടു ഹസി വ്ളോഗ്സ്. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് ഇവരെയും കൊണ്ട് പോണ ഒരു ഔട്ടിംഗ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഏതാ ഉമ്മ എന്ന് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. ഇവർ ട്വിൻസ് ആണ്, ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉമ്മ, ഇത് സുലുമ്മ, അതിൻ്റെ അനിയൻ. നല്ല ഹൈറ്റ് ഉണ്ടെങ്കിലും എൻ്റെ അനിയനാണ്, ഹൈറ്റ് മാത്രമേ ഉള്ളൂ, വിവരമല്ല. ഇത് സുലുമാന്റെ 2 മക്കളുണ്ട്. ഇതാണ് സുലുമാന്റെ മൂത്ത മോന് അഫ്സൽക്ക, സിംഗിൾ. അത് നമ്മള് ചോദിച്ചില്ല. ഇത് ഫാസില് അവന് ഇതാണ്. ഞാനും ഫാസിലും സെയിം ഏജ് ആണ്. നമ്മളൊരു 1 മന്ത് ഡിഫറൻസേ ഉള്ളൂ. രണ്ടുപേരും, ഒരാൾ ദുബായിലാണ്, കഴിഞ്ഞ ദിവസം വന്നിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫാസില് ദുബായിലല്ല, ഇവിടെ നാട്ടിൽ തന്നെ. എന്താ പറഞ്ഞ അടുത്താഴ്ച പോകുന്നു. ഫാസിൽ അടുത്താഴ്ച പോകും, അല്ല അടുത്താഴ്ച പോകും എന്ന് പറയും എൻ്റെ അടുത്ത്. ഞാൻ ദുബായിലുള്ള ടൈമിൽ എൻ്റെ അടുത്ത് പറയും, ബേബി ഞാൻ അടുത്താഴ്ച വരും. പക്ഷെ ജന്മത്താവും വരൂല. അങ്ങനത്തെയാണ്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ഫാസിലിന്റെ പ്രത്യേകത പറയുമ്പോൾ ഇപ്പൊ വരും എന്ന് പറയും, പക്ഷെ വരൂല. 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക. നിങ്ങളുടെ മക്കളെ കുറിച്ച് പറയാനുള്ളത്? രണ്ടാളും ക്യാമറക്ക് നോക്കാത്ത. ഇവരെയും കൂട്ടി ഞാൻ ഡ്രസ്സ് എടുക്കാനാണ് പോണത്. ഇവിടുന്നാണ് ഇനി സ്റ്റാർട്ടിങ്, എല്ലാം സ്റ്റാർട്ടിങ്, ക്യാഷിന്റെ സ്റ്റാർട്ടിങ്. നമ്മളിപ്പോ പോണത് പാലക്കാട് ടൗണിക്കാണ്. പറയാം. അവന് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ആലത്തൂരാണ് വീട്. ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാം. എടുക്കാൻ ഒരു പൂരി അടിച്ചിട്ട് നമുക്ക് ഞാൻ മുണ്ടെടുത്തരാ. കാശ്മീർ ഒരു ബ്ലൂ കളർ ഷർട്ടും ഉണ്ട്. എന്തായിട്ട് അതിനെ തോന്നുന്നത്? ഗൈസ്, നമുക്ക് വിശന്നിട്ട് നമ്മൾ പുറത്ത് വന്നിരിക്കണം എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ട്. പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ട്, നമുക്ക് ഇവിടുന്ന് തന്നെ, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്ന അവിടെ നല്ല തിരക്കുണ്ട്, ഓണം ഇതായതുകൊണ്ട്. ഇവിടുന്ന് തന്നെ നമുക്കിത് അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഉമ്മാരിന്റെ ഇനിയും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഡ്രസ് വേൾഡ് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ട് വന്നതായിരുന്നു പാലക്കാട്. ഇത് പെട്ടെന്ന് ഇവിടെ ഒരു പുതിയൊരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ കയറിയതാണ്. വെറുതെ കയറണം. നമ്മളിനിപ്പോ വെയിറ്റ് ആക്കണം. ഇനി എത്ര ടൈം വരെ നിന്നാലും ഓരവിടുന്ന് ഒന്നും എടുക്കൂല. നമ്മൾ ആ പ്രസാദം കഴിച്ചിട്ട് നമ്മളുടെ വയറ് 4 പേരിനെയും കൊണ്ടില്ല, മീൻസ് ഫുള്ളായില്ല. ഇന്നെ പോലത്തെയാണ് എന്റെ ബ്രദേഴ്സും. അവരും എന്നെ പോലെ പെട്ടെന്ന് വിശക്കുന്ന ഒരാള്. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്ന ടീംസാണ്. ഗായ്സ്, ഇതാണ് പാലക്കാട് സ്പെഷ്യൽ കാടമുട്ട. പാലക്കാട് ഉള്ളവർക്കൊക്കെ കാളനെ പറ്റി അറിയാം, പക്ഷെ ഞാൻ ദുബായി ചെന്നപ്പോൾ ആർക്കും അവിടെ കാളൻ എന്താണോന്ന് അറിയില്ല. ഞാനൊരു 1 ഇയർ പാലക്കാട്ട് കാളൻ മിസ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ടൈം വന്ന് പുറത്ത് പോയതും കാളം കണ്ടതും കാളം വേണം എന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. നമുക്ക് കാളൻ അറിയണവർ എന്തായാലും കമന്റ് ഇടുന്നതാണ്. ചേച്ചി, ഞാൻ ദുബായിൽ നിന്ന് കാളം കഴിക്കാൻ വന്നതാണ്. ഇതാണ് പാനിപൂരി. അത് നമുക്ക് ദുബായിലുണ്ട് കേട്ടോ പാനിപൂരി. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം, മുട്ടക്കാളൻ. നല്ല ചൂടുണ്ട്. ഒരു 1 ഇയറായി കാളൻ കഴിച്ചിട്ട്. നാട്ടിൽ പോണതിന് മുമ്പ് കാളൻ എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചേച്ചിൻ്റെ അടുത്ത് ചോദിച്ച് പഠിച്ചിട്ട് വേണം പോവാനും. ചേച്ചി, കാളൻ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരുമോ? ദുബായിൽ കാളനില്ല. നമുക്ക് ദുബായിൽ ഒരു കാളന്റെ കട തുടങ്ങിയാലോ? ഞങ്ങളെ കൊണ്ടുപോവാൻ. ഞാൻ
നമുക്കൊരു ബിസിനസ് തുടങ്ങാം. ഹസിത്താളൻ ഗൈസ്, നമ്മളങ്ങനെ പാലക്കാട് സ്റ്റുഡിയോയിൽ വന്നിരിക്കണം ഡ്രസ്സ് എടുക്കാനും. ഡ്രസ്സ് എടുക്കാനല്ല, ചെക്കന്മാർക്ക് ഡ്രസ്സ് എടുക്കാനാണ്. നമ്മൾ കാളം കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡിയോ കയറി. ഇത്രയും നേരമായിട്ട് ഉമ്മാറിൻ്റെ ഡ്രസ്സ് എടുക്കൽ ഇനിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും ടൈം എടുക്കണോണ്ട് എടുക്കായിരിക്കുമല്ലേ അസൽക്ക? വേറെ ഷോപ്പ് നോക്കേ. നമ്മളിന്ന് കവയ്ക്കൊക്കെ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഒരു പ്ലാൻ ഇട്ടിരുന്നു. അത് തീരുമാനമാവും. ഡ്രസ്സ് കടയിൽ തന്നെയായിരിക്കും രാത്രി വരെ തോന്നുന്നുണ്ട്. പക്ഷെ രാത്രിത്തെ ഫുഡ് നമ്മൾ എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത് മന്തി, നെഹദി മന്തിയാണ്. എനിക്ക് നാട്ടിലെ മന്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ദുബായിത്തെ മന്തിനേക്കാളും ഇഷ്ടം നാട്ടിലെ മന്തിയാണ്. അസുഖോ? നാട്ടിലെ മന്തിയാണ്. കൂടുതലായിരിക്കും ദുബായിൽ മന്തി രസമുണ്ട്, പക്ഷെ മസാല ഇല്ലാത്തതിന്റെ പ്രശ്നമായിരിക്കില്ല അസുഖ. അവർ സ്പൈസി യൂസ് ചെയ്യില്ല. നാട്ടിലത്തെ മന്തിയാണ് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ദുബായി പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ദുബായിലെ ഫുഡായിരിക്കും സൂപ്പർ, ദുബായിലെ മന്തി സൂപ്പർ, ദുബായിലെ ഷവർമ ടേസ്റ്റ് അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, സംഭവം നാട്ടിൽ തന്നെയാണ് ടേസ്റ്റ്. എനിക്ക് അങ്ങനെ തോന്നിയത്. 2 സൈക്കോകളും സൈക്കോ കടയിലേക്ക് പോവാണ് ഡ്രസ്സ് എടുക്കാൻ. നമുക്കൊരു കല്യാണം ഉണ്ട് ഗൈസ്. നല്ല മഴയാണ്. നല്ല മഴയല്ല, ഒരു ചാറൽ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാഷിമിൻ്റെ ഇൻസ്റ്റയിൽ ആരൊക്കെ എന്നെ ഫോളോ ആക്കുന്നുണ്ട്, ആരൊക്കെ എനിക്ക് ലൈക്ക് ഇരുന്നുണ്ട് വണ്ടി ചെക്ക് ആക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോ ഈയാണോ പുയ്യാപ്പിള? ഇതിപ്പോ ആരെ പുയ്യാപ്പിള നോക്കട്ടെ ഗൈസ്. ചെക്കനെ ആവശ്യമുണ്ടെങ്കിൽ പറയണം, കൊടുക്കുന്നതാണ്. 4 മണിക്ക് ഡ്രസ്സ് കടയ്ക്ക് വിട്ടാക്കിയിട്ട് 8 മണിയായി. എന്നിട്ട് ഉള്ള അതേ കളർ ഡ്രസ്സ് തന്നെ എടുത്തു. ഇത് നിങ്ങളടുത്തുള്ളതല്ലേ? ഇല്ലേ? ഇതിന് ലൈനിങ് തുണി വേണമായിരിക്കില്ലേ? അപ്പോൾ ഞാൻ ഒന്ന് സാരി എടുത്തത് എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇത് വാങ്ങാൻ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് MK Silks പാലക്കാടാണ്. നല്ല രസമുണ്ട്, എനിക്കത് ഇഷ്ടമായി. ഞാൻ ഇത് കുഴിമതി ഫുള്ളായിക്കണു. നമ്മളിത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്, ഒന്നും നടന്നില്ല ഗൈസ്. നമ്മൾ കാത്തു നിന്നിട്ട് നമ്മൾ നെഹദിയിൽ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ഭയങ്കര ഷൈ ആണ്. അവർക്കൊന്നും വ്ളോഗിൽ വരാൻ തീരെ താല്പര്യമില്ല. എൻ്റെ ഫാമിലി വെച്ച് ബാക്കി എല്ലാവരും എന്നെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഉള്ളതാ പറയുന്നത്. എല്ലാവരും പറഞ്ഞ എൻ്റെ ഫാൻസ് സപ്പോർട്ട് ഉണ്ട്. പക്ഷെ എൻ്റെ വീഡിയോയിൽ എന്താ നിന്നേരാത്ത ബ്രീതൊക്കെ നിന്നിട്ടുണ്ടല്ലോ. നമ്മളുടെ മന്തി വന്നു. ഞാൻ കുറേ ദിവസമായി ഇവിടെ പാലക്കാട് വന്നിട്ട് നെഹദി മന്തി കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്നായിരുന്നു ദുബായ് പോകേണ്ടി വന്നത്. ഞാൻ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ നിന്ന് വന്നത്, അല്ല ദുബായിൽ നിന്ന് വന്നത്. ഡയലോഗ് പറഞ്ഞത് മന്തി എന്താണിത്? ആശുപ വിളമ്പിയപ്പോഴാണ് കഴിഞ്ഞത്. അപ്പൊ ഇനി മന്ത്രിച്ചു നോക്കിയാല് എത്ര മന്തി വാങ്ങിക്കേണ്ടി വരണം? അതൊക്കെ വ്ളോഗിൽ പറയണോ? ചിക്കന്റെ കഥ വ്ളോഗിൽ പറയില്ലേ? നാട്ടിലത്തെ ഫുഡ് നാട്ടിൽ തന്നെയാണ് ടേസ്റ്റ്. അത് വേറെ ഒരു വെറൈറ്റി ആണ്. നമുക്ക് എന്നാ ദുബായിൽ ഒരു മന്തിക്കട തുടങ്ങിയാലോ? കാലം കഴിഞ്ഞിട്ട് നമുക്കൊരു മന്തിക്കടയും കൂടിയും തുടങ്ങേണ്ടതാണ്. ഗൈസ്, ഫസ്റ്റ് ഡേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ചാമ്പ എന്ന് പറയുമ്പോ ഇത്രക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു 1.5 ചാമ്പലാണ് കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ ബില്ലൊക്കെ ഒന്ന് എല്ലാതും എനിക്കൊന്ന് തരേണ്ടി വരും കേട്ടാ. അടുത്ത വരവിന് ഞാൻ വരണോ വേണ്ടോ എന്നൊന്ന് ആലോചിക്കാനാണ്. 2 പേരും എന്നെ ചാമ്പിയിട്ട് ഇരിക്കുകയാണ് ഗൈസ്. അത്രയൊന്നും ചാമ്പി ഇല്ല, ചെറുതായിട്ടേ ചാമ്പിയിട്ടുള്ളൂ. പ്രശ്നമില്ല. അങ്ങനെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ബെല്ലടിക്കുന്നെങ്കിലും പറയാം. ക്ഷീണത്തിലിരിക്കണം. അപ്പൊ ഗൈസ്, ബൈ ബൈ.